ഹലോ ഗൈസ്, ഇന്നാണ് ഡേ 3. ഇന്ന് നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം പൊംപെയ് എന്ന് പറഞ്ഞ ഒരു സ്ഥലമാണ്. മൗണ്ട് വെസൂവിയസിൻ്റെ അടുത്ത് ഉള്ള ഒരു ടൗൺ ആയിരുന്നു പൊംപെയ്. അത് ഒരു വോൾക്കാനോ ഇറപ്ഷനിൽ മൊത്തം ഇങ്ങനെ ഡാമേജ് ആയ ഒരു ടൗണാണ്. നമ്മൾ ഇന്ന് അത് കാണാൻ പോവുക. നമ്മൾ സ്റ്റേ ചെയ്യുന്ന ഇവിടെ സൊറൻറ്റോയിൽ തന്നെയാണ്. 4 ഡേയ്സും നമ്മൾ സൊറൻറ്റോയിലുള്ള ഒരു ഹോട്ടലിലാണ് സ്റ്റേ ചെയ്യുന്നത്. നല്ല വെതറാണ്, പക്ഷെ കുറച്ച് തണൽ വന്ന ഉടനെ കുറച്ച് കോൾഡാകും. പക്ഷെ സൺ ഉണ്ടെങ്കിൽ നല്ല ചൂടുണ്ട്. നല്ല രസമുണ്ട് ഇവിടെ കാണാൻ. അപ്പം നമുക്ക് ഇവിടുന്ന് റെഡിയായി ഇറങ്ങാം പൊംപെയ് കാണാൻ. പൊംപെയിലേക്ക് ഞങ്ങൾ പോകുന്നത് ഇവിടുന്ന് സൊറൻറ്റോ സ്റ്റേഷനിൽ ട്രെയിൻ എടുത്തിട്ട് പൊംപെയ് സ്കാവി എന്ന് പറഞ്ഞ സ്റ്റേഷനിൽ ഇറങ്ങാം. അപ്പം നമ്മൾ സൊറൻറ്റോ സ്റ്റേഷനിൽ ടിക്കറ്റ് എടുത്ത് ചെക്ക് ഇൻ ചെയ്ത് പോവുകയാണ്. നമുക്ക് പോകേണ്ട ട്രെയിൻ ഓൾറെഡി സ്റ്റേഷനിലുണ്ടായിരുന്നു. കുറച്ച് നേരം കഴിഞ്ഞാണ് അത് സ്റ്റാർട്ട് ചെയ്തത്. ട്രെയിനിൽ എൻ്റർടൈൻമെൻറ്റിന് കുറച്ച് മ്യൂസിക് ചെയ്യുന്ന ആൾക്കാരൊക്കെ വരുന്നുണ്ട് ഇടയ്ക്ക്. മുംബൈ ട്രെയിൻസിൻ്റെ ഓർമ്മയാണ് എനിക്ക് വന്നത്. അപ്പം നമ്മുടെ ഫസ്റ്റ് സ്റ്റേഷൻ നമ്മൾ എത്തിക്കഴിഞ്ഞു. സ്റ്റേഷനൊക്കെ കാണുമ്പോൾ നമ്മുടെ നാട്ടിലെ സ്റ്റേഷൻ പോലെ തന്നെയുണ്ട്. കുറേയൊക്കെ നമ്മൾ ടണൽ ത്രൂ ആണ് പോകുന്നത്. ടണൽ കഴിഞ്ഞ് കുറച്ച് സ്പേസ് വരുമ്പോൾ നമുക്ക് ഈ ലെമണും ഓറഞ്ചിൻ്റെയും കൃഷിയുള്ള സ്ഥലങ്ങൾ കാണാം. ഈ സൈഡിൽ നമുക്കൊരു ബ്രിഡ്ജ് കാണാം. അവിടെ കൂടെ ഒരു ടണലുണ്ട്. ഒരു മൗണ്ടൻ്റെ അടിയിൽ കൂടെ പോകുന്ന ഒരു ടണലാണ്. കാർസൊക്കെ പാസ് ചെയ്യാനാണ് ആ ടണൽ. പൊംപെയ് സ്റ്റേഷൻ എത്തിക്കഴിഞ്ഞ് അതിൻ്റെ പുറത്തിറങ്ങി കഴിഞ്ഞാൽ അടുത്ത് തന്നെയാണ് അതിൻ്റെ എൻട്രൻസ് ഉള്ളത്. ഇതാണ് ഇവരുടെ പണ്ടത്തെ പോർട്ട്. അങ്ങനെ നമ്മൾ പൊംപെയിൻ്റെ എൻട്രൻസിൽ കയറി, ഉള്ളിൽ കയറി. നമ്മൾ ഓൺലൈൻ ടിക്കറ്റ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. ടിക്കറ്റ്സ് എടുക്കാത്തവർക്ക് സ്റ്റേഷനിൽ തന്നെ ടിക്കറ്റ് എടുക്കാൻ പറ്റും. അവിടെ തന്നെ അവരുടെ ഓഫീസുണ്ട്. ഗൈഡ്സിനെ വെച്ചിട്ടോ അല്ലാതെയോ എടുക്കാം. ഇപ്പം നമ്മൾ കയറി പോകുന്ന വൺ ഓഫ് ദ മെയിൻ എൻട്രൻസ് ആണ് ഈ സിറ്റിയിലേക്കുള്ളത്. ടോട്ടൽ ഇവർക്ക് ഇങ്ങനത്തെ 7 എൻട്രൻസസ് ഉണ്ടായിരുന്നു. ഈ എൻട്രൻസ് ലീഡ് ചെയ്യുന്ന സീ പോർട്ടിലേക്കാണ്. പോർട്ട മറീന എന്നാണ് ഈ എൻട്രൻസിൻ്റെ പേര്. കയറി കഴിയുമ്പോൾ നമുക്ക് ഇവിടുന്ന് പല വഴികൾ കാണാം. എവിടെ പോകണം എന്ന് കൺഫ്യൂസിങ് ആണ്. ഒരു വഴി പിടിച്ച് നമ്മൾ പോവുകയാണ്. എൻട്രി ചെയ്ത് കഴിഞ്ഞ് ഉള്ള കുറച്ച് സ്ഥലങ്ങളൊക്കെയാണത്. ഇത് 79 AD ഒരു ഏൻഷ്യൻറ്റ് റോമൻ സിറ്റി ആയിരുന്നു. ഇത് മൗണ്ട് വെസൂവിയസിൻ്റെ ഇറപ്ഷൻ കഴിഞ്ഞ് ഡിസ്ട്രോയ് ആയിപ്പോയ ഒരു സിറ്റിയാണ്. 1 to 2 days കൊണ്ട് കംപ്ലീറ്റ്ലി ഡിസ്ട്രോയ് ആയിപ്പോയി ഈ സിറ്റി. പിന്നെ 4 to 6 meters ഓഫ് ആഷും പമസിൻ്റെയും അടിയിൽ ബറി ആയിപ്പോയ ഒരു സിറ്റിയാണ്. ഇങ്ങനെ ഒരു സിറ്റി ഉണ്ടെന്ന് കണ്ടുപിടിച്ചത് 1600 years കഴിഞ്ഞിട്ടാണ്. പിന്നെ അതിൻ്റെ സീരിയസ് എക്സ്കവേഷൻ ഒക്കെ തുടങ്ങിയത് 18th centuryയിലായിരുന്നു. ഇപ്പം നമ്മൾ കാണുന്നത് അവരുടെ മെയിൻ ഒരു ടെമ്പിളായിരുന്നു, ടെമ്പിൾ ഓഫ് അപ്പോളോ. അതിൻ്റെ മെയിൻ ഓൾട്ടറൊക്കെയാണ് ഈ കാണുന്നത്. ഇതിൻ്റെ ചുറ്റും ഇങ്ങനെ നമുക്ക് കോളംസ് കാണാൻ പറ്റും. അത് മോസ്റ്റ്ലി കവേർഡ് ആയിരുന്നു. അപ്പം ആൾക്കാരിങ്ങനെ നടന്നു പോകുമ്പം അവർക്ക് പ്രൊട്ടക്ഷനുമായിരുന്നു സൺ അല്ലെങ്കിൽ റെയിനിൽ നിന്ന്. ഇപ്പം നമ്മൾ നടന്ന് കയറുന്നത് ഫോറമിലേക്കാണ്. ഫോറമാണ് പൊംപെയിൻ്റെ മെയിൻ പബ്ലിക് സ്ക്വയർ. ഫോറമിലുള്ള മെയിൻ ഫീച്ചേഴ്സാണ് ബസിലിക്ക, ടെമ്പിൾ, മാർക്കറ്റ് പ്ലേസ്, മുനിസിപ്പൽ ബിൽഡിങ്സ്, പിന്നെ കുറേ സ്റ്റാച്യൂസും. ബസിലിക്ക എന്ന് പറഞ്ഞാൽ ലീഗലും ബിസിനസ് മാറ്റേഴ്സിനും യൂസ് ചെയ്തുകൊണ്ടിരുന്ന സ്ഥലമാണ് ബസിലിക്ക.
ബസിലിക്കാൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇവിടെ ഞാനത് ടെക്സ്റ്റായിട്ട് കൊടുക്കുന്നുണ്ട്. വായിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ളവർ പോസാക്കി ഒന്ന് വായിച്ച് നോക്കുക. ഇത്രയും വലിയ ഒരു ഓപ്പൺ സ്പേസ് ആണിത്. ഇവിടുന്ന് പിന്നെയും നമ്മൾ നടന്നു തുടങ്ങി. അങ്ങനെ നടന്ന് ഒരു സ്ഥലത്ത് നമ്മൾ എത്തി. ഇവിടെ ഒരു കല്ല് നമുക്ക് കാണാം, ഒരു റോമൻ ലെറ്റേഴ്സും നമ്പേഴ്സും ഒക്കെ എഴുതിയിരിക്കുന്നത്. എന്താ മീനിങ് അറിയില്ല. അന്നത്തെ ടൈമിലെ വീടൊക്കെ എന്തെങ്കിലും ആകും ഇങ്ങനെ കാണുന്നത്. അതിൻ്റെ ഇടയ്ക്ക് എറിക്കിന് ഇഷ്ടമുള്ള ഒരാളെ നമുക്ക് കിട്ടി. ഈ സ്ട്രീറ്റിൽ നമുക്ക് ക്ലോസ്ലി നോക്കിയാൽ നമുക്ക് കാണാം കാർട്ട്സൊക്കെ പോയ ഒരു ലൈൻ പോലെ ഇങ്ങനെ കിടക്കുന്നത് കാണാം. അന്നത്തെ കാലത്ത് യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഹോഴ്സ് കാർട്ട്സും ഡോങ്കി കാർട്ട്സും ഒക്കെ പോയിക്കൊണ്ടിരുന്ന സ്ട്രീറ്റ് ആയിരിക്കും ഇത്. ഇവിടെ നിന്ന് നമുക്ക് സ്ട്രീറ്റിൻ്റെ രണ്ട് സൈഡിലും കുറച്ച് സ്പേസസ് ഇങ്ങനെ കാണാം. മേ ബി അന്നത്തെ ടൈമിലെ വീടുകളൊക്കെ ആയിരിക്കും. ഇവിടെ പല ടൈപ്പ് വീടുകൾ നമുക്ക് കാണാൻ പറ്റും. ചില വീടുകൾ അത്രയും സ്പേസ് ഇല്ലാത്ത വീടുകളാണ്. പിന്നെ അത് കഴിഞ്ഞ് കുറച്ചുകൂടെ നടന്നു കഴിഞ്ഞാൽ നമുക്ക് വലിയ വില്ല ടൈപ്പ് വീടുകളും കാണാം. അന്നത്തെ ടൈമിലെ സൂപ്പർ റിച്ചായ ആൾക്കാരുടെ വീടായിരിക്കും അതൊക്കെ. ഇവിടെ അവർ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് അന്നത്തെ ടൈമിലെ മരിച്ച ആൾക്കാരുടെ പ്ലാസ്റ്റർ കാസ്റ്റ് ആണ് ഇതൊക്കെ. ഇതൊക്കെ നമുക്ക് അന്നത്തെ ഒരു ഡേയിൻ്റെ ലാസ്റ്റ് ഡേയിൻ്റെ ഒരു പിക്ചറാണ് തരുന്നത്. ഈ പ്ലാസ്റ്റർ കാസ്റ്റ് ഉണ്ടാക്കാൻ പറ്റിയ ആക്ച്വലി ഈ ബോഡീസൊക്കെ കുറേ ആഷിൻ്റെ അണ്ടറിൽ ബറി ആയി പോയായിരുന്നു. പിന്നെ കുറേ നാൾക്ക് ശേഷം അതിലൊരു വോയിഡ് വന്നിട്ട് ആ വോയിഡ് ഇവർ പ്ലാസ്റ്റർ കൊണ്ട് ഫില്ല് ചെയ്തിട്ട് ആ പ്ലാസ്റ്റർ ഹാർഡാകുമ്പോൾ അതിൻ്റെ അറൗണ്ടുള്ള ആഷ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ എക്സാക്റ്റ് ഡീറ്റെയിൽഡ് മോൾഡാണെന്ന് കിട്ടുന്നത്. ഇതൊക്കെ അന്ന് യൂസ് ചെയ്തുകൊണ്ടിരുന്ന ടെറക്കോട്ട പോട്ട്സ് ആണ്. പിന്നെ ചില സ്ഥലത്ത് നമുക്ക് സ്കെലറ്റൽ റിമെയിൻസും കാണാൻ പറ്റും. നേരത്തെ കണ്ടത് ടെറക്കോട്ട പോട്ട്സ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് സ്റ്റോറേജിന് വേണ്ടിയായിരുന്നു. ഗ്രെയിൻസ്, ഓലിവ് ഓയിൽ, വൈൻ, വാട്ടറൊക്കെ സ്റ്റോർ ചെയ്യായിരുന്നു അതിനകത്ത്. പിന്നെ ചില വീട്ടിൽ നമുക്ക് ലാർജ് പോട്ട്സ് കാണാൻ പറ്റും. അത് ഗ്രൗണ്ടിൽ പകുതി ബറീഡായിട്ടാണ് നമുക്ക് കാണുന്നത്. അതും ഒരു സ്റ്റോറേജ് ആയിട്ടാണ് അവർ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇവിടെ നമുക്ക് കാണാം ആ ലാർജ് പോട്ട്സ് ഇരിക്കുന്നത്. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് കുറേ നടക്കാനുണ്ട്. അതുകൊണ്ട് നല്ല ഒരു വാക്കിംഗ് ഷൂസ് ഇടുന്നത് നല്ലതായിരിക്കും. നമ്മൾ ടയേർഡായിട്ട് കുറച്ച് നേരം ഇരുന്നിട്ട് പോകാമെന്ന് വിചാരിച്ചതാണ്. ഈ കാണുന്നതാണ് അഗസ്റ്റസിൻ്റെ ടെമ്പിൾ. സ്ട്രീറ്റിൻ്റെ പല കോർണറിലും നമുക്ക് ഇങ്ങനത്തെ പബ്ലിക് വാട്ടർ ഫൗണ്ടൻ കാണാൻ പറ്റും. ഈ കാണുന്നത് ഒരു റിച്ച് ആളുടെ വീടാണ്. നല്ല സ്പേഷ്യസ് ഒരു വീടാണിത്. ഇവിടെ നമുക്ക് പിന്നെയും ഒരു പബ്ലിക് വാട്ടർ ഫൗണ്ടൻ കാണാം. ഇതുപോലത്തെ ടോട്ടൽ 40 വാട്ടർ ഫൗണ്ടൻ ഇങ്ങനത്തെ പല സ്ട്രീറ്റിൻ്റെ കോർണറിലുണ്ടെന്നാണ് പറയുന്നത്. പിന്നെയും വേറെ ഒരു റിച്ച് വീടാണെന്ന് തോന്നിയത്. ഇതൊക്കെ കുറച്ചുകൂടെ വലിയ വീടാണെന്ന് തോന്നുന്നു. കുറച്ചുകൂടെ സ്പേഷ്യസ് ആണ്. ഞാനൊരു വീട്ടിൻ്റെ ഉള്ളിൽ കയറി നോക്കിയതാണ്. നമുക്ക് ഇറങ്ങാം ഇവിടുന്ന്. ഇതിപ്പം നമ്മൾ പോകുന്ന കുറച്ചുകൂടെ ഒരു വലിയ വീട്ടിലേക്കാണ്. ഈ വലിയ വീട്ടിൻ്റെ ഉള്ളിലാണ് നമ്മളിപ്പോൾ ഉള്ളത്.
കുറച്ച് വാൾ കളറും വാൾ ഡെക്കോറും ഒക്കെ ഇപ്പോഴും നമുക്ക് കാണാൻ പറ്റും ഇവിടെ. നല്ല മൊസൈക്ക് വർക്കുള്ള ഫ്ലോറിംഗ് ഒക്കെയാണ്. വാളാണെങ്കിലും നല്ല വരച്ചിട്ടുള്ള ഡ്രോയിങ്സ് ഒക്കെ ഉള്ള വാളാണ്. അങ്ങനെ പിന്നെയും പുറത്തിറങ്ങി നമുക്ക് നടക്കാം. ഇത് തെർമോപോളിയമാണ്. അന്നത്തെ ടൈമിലെ ഫാസ്റ്റ് ഫുഡ് ബാർ എന്ന് പറയാം. ഇവിടെ ഹോട്ട് ഫുഡൊക്കെ സെർവ് ചെയ്തുകൊണ്ടിരുന്ന സ്ഥലമാണ്, സ്ട്രീറ്റ് ഫുഡൊക്കെ പോലെ. ഇനി നമ്മൾ കയറുന്നത് ഒരു വില്ല സ്റ്റൈൽ ഹൗസിലേക്കാണ്. ഇതാണ് അതിൻ്റെ എൻട്രൻസ്. പിന്നെ രണ്ട് സൈഡിലും കുറച്ച് ചെറിയ റൂംസൊക്കെ നമുക്ക് കാണാം. നമ്മൾ എൻറ്റർ ചെയ്ത് കയറി വരുന്ന സ്ഥലത്തിൻ്റെ പേരാണ് ഏട്രിയം. അതിൻ്റെ രണ്ട് സൈഡിലായിട്ട് കുറച്ച് റൂംസൊക്കെ കാണാം. ഈ റൂംസ് ചിലപ്പം ബെഡ്റൂംസ് ആയിരിക്കും, ചിലപ്പം ഓഫീസ് പർപ്പസസിന് യൂസ് ചെയ്ത റൂംസ് ആയിരിക്കും. അത് കഴിഞ്ഞ് നമുക്ക് വേറെ ഒരു എൻട്രൻസ് കാണാം ഇനിയും ഉള്ളിലേക്ക് കയറാൻ. റൂമിൽ കയറുമ്പോൾ നമുക്ക് സ്റ്റിൽ ആ ടൈമിൽ പെയിൻറ്റഡ് വാൾസ് ഒക്കെ കാണാം. ഇത് വായിക്കണമെങ്കിൽ ഞാനിങ്ങനെ ടെക്സ്റ്റിലാക്കി ഇട്ടിട്ടുണ്ട്. നമ്മൾ കയറിയ ഈ വീടിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ഡിസ്ക്രിപ്ഷനാണ്. പിന്നെ നമ്മൾ എൻറ്റർ ചെയ്യുന്നത് ഈ ഒരു ഏരിയയിലേക്കാണ്. ഒരു ഓപ്പൺ സ്പേസ് പോലെയുള്ള ഏരിയ ആണ്. പിന്നെ കുറച്ച് ഗാർഡനും കുറച്ച് ഫൗണ്ടൻ ഏരിയ ഒക്കെ നമുക്ക് കാണാം. പല സ്ഥലത്ത് സ്റ്റാച്യൂസൊക്കെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ആ ടൈമിലെ ഒരു സെറ്റപ്പ് ആയിരുന്നെന്ന് തോന്നുന്നു. ലെഫ്റ്റ് സൈഡിലും കുറച്ച് റൂംസൊക്കെ ഉണ്ടായിരുന്നു. ഡൈനിങ് ഏരിയ അങ്ങനത്തെ ഏരിയ ഒക്കെയാണ്. ഒരു ഷ്രൈൻ പോലത്തെ ഒരു ഏരിയ കാണാം. പിന്നെ വീടിൻ്റെ മുന്നിൽ തന്നെ ഒരു കനാൽ പോലെ ഇങ്ങനെ നമുക്ക് സ്ട്രക്ചർ കാണാം. പിന്നെ താഴേക്ക് ഇറങ്ങിപ്പോയ ഒരു വലിയ ഗാർഡൻ തന്നെ അവിടെ ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ഗാർഡൻ ഏരിയ ഹൗസ് ഏരിയാൻ്റെ കാലം കൂടുതലുണ്ടായിരുന്നു. ഗാർഡൻ്റെ സൈഡിൽ തന്നെ നമുക്ക് വേറെ ഒരു വലിയ കനാൽ കാണാം. അതിൻ്റെ ഇടയ്ക്ക് ഫൗണ്ടനുള്ള ഏരിയാസും സ്റ്റാച്ചു ഇൻസ്റ്റാൾ ചെയ്ത ഏരിയാസും ഒക്കെ കാണാൻ പറ്റും. ഈ കാണുന്നത് അങ്ങനെ ഒരു ഫൗണ്ടൻ്റെ റിമെയിൻസ് ആണെന്ന് തോന്നുന്നു. അങ്ങനെ ഈ ഗാർഡൻ്റെ സ്പേസ് നമുക്ക് കാണാം. നല്ല നീളത്തിൽ കിടക്കുന്ന ഗാർഡനാണ്. ഇവിടെ നിന്ന് നമ്മൾ വീട്ടിലേക്ക് നോക്കുമ്പോഴും നല്ലൊരു വ്യൂ ആണ് വരുന്നത്. ഈ ഗാർഡൻ്റെ എൻഡിൽ നിന്ന് ഒരു എക്സിറ്റ് ചെയ്യുമ്പം നമ്മൾ വലിയൊരു റോഡിലേക്കാണ് വരുന്നത്. ഈ റോഡിന് സ്ട്രെയിറ്റ് പോകുമ്പം അവിടെ നമുക്ക് ആംഫി തിയേറ്ററിലേക്കാണ് നമ്മൾ എത്തുന്നത്. ഇതാണ് ഇവിടുത്തെ ആംഫി തിയേറ്റർ. ഇവിടെ നമുക്ക് കാണാം സൈഡിൽ കൂടെ കയറാൻ സ്റ്റെപ്സ് ഉണ്ട്. ഇവിടെ നിന്ന് കയറിയാൽ ഡയറക്റ്റ് ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറാൻ പറ്റും. ഇതാണ് ആംഫി തിയേറ്ററിലേക്കുള്ള മെയിൻ എൻട്രൻസ്. നമ്മൾ ഇങ്ങനെ ഒരു വഴി കൂടെ നടന്ന് അകത്തേക്ക് കയറുമ്പം നമുക്ക് ഉള്ളിൽ ഗ്രൗണ്ട് ലെവലിലേക്ക് കയറാം. പോംപെയിലെ ആംഫി തിയേറ്റർ വൺ ഓഫ് ദ ഓൾഡസ്റ്റ് സർവൈവിങ് റോമൻ ആംഫി തിയേറ്റേഴ്സ് ആണ്. ഇത് കൊലോസിയമിൻ്റെ കാലം മുമ്പ് ഉണ്ടാക്കിയതാണ്. ഇത് മെയിനായിട്ട് യൂസ് ചെയ്യുന്ന ഗ്ലാഡിയേറ്റർ ഫൈറ്റ്സ്, അനിമൽ ഹൺസ്, പിന്നെ അവരുടെ ഡ്രാമാസും പരിപാടികൾക്കും ഒക്കെയാണ്. ഇതിൻ്റെ സൈഡിൽ കൂടെ ഒരു അണ്ടർഗ്രൗണ്ട് പാസേജ് ഉണ്ട്. ഇവിടുന്ന് വെൽതി ആൾക്കാർക്ക് കയറി ഈസി ആയിട്ട് ഫ്രണ്ട് സീറ്റ്സിലേക്ക് പോയി ഇരിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമായിരുന്നു. അതുകൊണ്ട് ഇങ്ങനെ ഒരു ആക്സസ് അവർക്ക് ഉണ്ടായിരുന്നു. ആംഫി തിയേറ്ററിലെ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ താഴെ ഇരിക്കുന്നവർ വെൽതി ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയുള്ള സീറ്റ്സ് ആണ്. പിന്നെ മേലെ പോകുമ്പം ലെസ് വെൽതി ആയിട്ടുള്ളത്, പിന്നെ ലെസ് വെൽ ഓഫ് ആൾക്കാർക്ക് ഉള്ളതാണ് മേലത്തെ സീറ്റ്സൊക്കെ. അപ്പോൾ ഇതാണ് നമ്മുടെ അറീന എന്നുള്ള ഒരു വ്യൂ. ഇവിടെയായിരുന്നു ഗ്ലാഡിയേറ്റർ ഫൈറ്റ്സ് ഒക്കെ നടന്നുകൊണ്ടിരുന്നത്. ഇവിടെ സീറ്റ്സ് നോക്കിയാൽ നമുക്ക് സീറ്റ്സിൽ നമ്പേഴ്സൊക്കെ കാണാം ഇപ്പോഴും. ഏറ്റവും താഴത്തെ ലെവലിലാണ് റിച്ച് ആൾക്കാർ ഇരിക്കുന്നത്. അതിൻ്റെ മേലെ കുറച്ചുകൂടെ വെൽതി, പിന്നെ അതിൻ്റെ മേലെ ബാക്കി ആൾക്കാർ. ഇത്ര സ്ഥലം ഒരുപാട് പോയില്ല.
ഏതോ റിച്ച് ആളുടെ ഗാർഡനിൽ കൂടെ നമ്മൾ നടന്നുകൊണ്ടിരിക്കുക 2000 ഇയേഴ്സ് ആഫ്റ്റർ. ഇപ്പം നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു സൂപ്പർ റിച്ച് എലീറ്റ് ഏർബൻ വില്ലയിൽ കൂടെയാണ്. എല്ലാ ഹൗസ് ഫോളോ ചെയ്യുന്ന ഒരു ടിപ്പിക്കൽ പാറ്റേൺ ആണ്. ഫസ്റ്റ് ഏട്രിയം, പിന്നെ വലിയ കുറച്ച് ഹൗസ് ആകുമ്പോൾ കുറച്ച് എക്സ്ട്രാ റൂംസും കൂടെ ഒക്കെ കാണും. ഇച്ചിരി വലിയ വില്ലാസൊക്കെ ആകുമ്പോൾ അവർക്ക് പ്രൈവറ്റ് ഒരു ബാത്ത് ഏരിയയും കൂടെ ഉണ്ട്. ബാത്ത് ഹൗസ് തന്നെ ഒരു 3 to 4 റൂംസ് കാണും. ഫസ്റ്റ് ഒരു വെയിറ്റിംഗ് റൂമുണ്ട്, പിന്നെ ഒരു കോൾഡ് വാട്ടർ ബാത്ത് എടുക്കുന്ന ഏരിയ ഉണ്ട്, പിന്നെ ഒരു ട്രാൻസിഷൻ ഏരിയ ഉണ്ട്, പിന്നെ ഒരു ഡ്രൈ സ്വെറ്റിംഗ് റൂമുണ്ട്, പിന്നെ ഒരു ഹോട്ട് വാട്ടർ ബേത്തിങ് ഏരിയ ഉണ്ട്. ആ ബേത്തിങ് ഏരിയൻ്റെ ഒരു പാർട്ടാണിത്. ആ സ്റ്റെപ്സ് പോലെ കാണുന്ന അവിടുന്ന് റണ്ണിങ് വാട്ടർ വരും എന്നാണ് കേട്ടത്. ഈ വീട് ആരുടെയാണെന്ന് അറിയണ്ടേ? ഈ വീടിൻ്റെ ഗേറ്റിൻ്റെ പുറത്ത് ജൂലിയ ഫെലിക്സ് എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. ജൂലിയ ഫെലിക്സ് എന്ന് പറഞ്ഞ ഒരു ലേഡീൻ്റെ വീടാണിത്. ഇവർ ഈ ബാത്തൊക്കെ റെൻ്റ് ഔട്ടും ചെയ്തിരുന്നു, കുറേ റൂംസും റെൻ്റ് ഔട്ട് ചെയ്തിരുന്നു. ഇവരുടെ വലിയ പ്രോപ്പർട്ടി ആയതുകൊണ്ട് കുറച്ച് ഭാഗം മാത്രം അവരുടെ പ്രൈവറ്റ് യൂസിന് വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ, ബാക്കി അവർ റെൻ്റ് ഔട്ട് ചെയ്യുമായിരുന്നു. റോമൻ വുമൻ്റെ വെൽത്തും ഇൻഡിപെൻഡൻസും ബിസിനസ് ഐഡിയാസും കാണിക്കുന്ന ഒരു വീടായിരുന്നു അത്. ഇനിയും നടന്നാൽ നമുക്ക് കുറേ സ്ഥലങ്ങൾ ഇനിയും കാണാനുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു 1 to 2 days കംപ്ലീറ്റ് നമുക്ക് വേണം. ഇവിടെ വന്നപ്പോൾ നമുക്ക് ഈ റൂയിൻസൊക്കെ നല്ല ക്ലിയർ ആയിട്ട് കാണാം. പിന്നെ അതിൻ്റെ ബാക്കിൽ മൗണ്ട് വെസൂവിയസും നിൽക്കുന്നത് കാണാം. അതാണ് മൗണ്ട് വെസൂവിയസ്, ഈ ഒരു സിറ്റി മൊത്തം ഇല്ലാതെ ആക്കിയ ഒരു മൗണ്ടൻ. കുറേ നടന്നു കഴിഞ്ഞ് ഞങ്ങളൊരു കോഫി ബ്രേക്ക് എടുത്തു. അതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു ചെറിയ റെസ്റ്റോറൻ്റ് ഉണ്ട്. ഇനിയും കുറേ ബിൽഡിങ്സ് നമുക്ക് കാണാം. ആ സ്ട്രക്ചറൊക്കെ നോക്കി ഞാൻ ഓർക്കുമായിരുന്നു 2000 ഇയേഴ്സ് ബാക്ക് അവരെങ്ങനെ ഇതൊക്കെ ഉണ്ടാക്കി. അന്നത്തെ ടൈമിലും അവർ ഇത്രയും അഡ്വാൻസ്ഡ് ആയിരുന്നു. അവരുടെ കൺസ്ട്രക്ഷനിൽ യൂസ് ചെയ്ത ഒരു ബ്യൂട്ടിഫുൾ മാർബിൾ പീസാണിത്. ഇനി നമുക്ക് കുറച്ച് അങ്ങനെ ചുമ്മാ കണ്ടുപോകാം. മുംബൈയിലുള്ള മാക്സിമം കൺസ്ട്രക്ഷന് യൂസ് ചെയ്തിരിക്കുന്നത് ലാവ റോക്സ് ആണ്. ലാവ റോക്സ് എന്ന് പറഞ്ഞാൽ വോൾക്കാനിക് റോക്സ്. സോ ഇറ്റ് വാസ് ഓബ്വിയസ് ഈ വോൾക്കാനിക് ഇറപ്ഷൻ ഫസ്റ്റ് അല്ല, ഇതിന് മുമ്പും നടന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഈ ടേം വോൾക്കാനോ ആർക്കും അറിയത്തുമില്ല, അത് ഇത്രയും ഡേഞ്ചറസ് ആണെന്നും ആ സമയത്ത് ആർക്കും അറിയില്ലായിരുന്നു. കുറേ ഇയേഴ്സ് മുമ്പേ ആയിരിക്കും ആ വോൾക്കാനിക് ഇറപ്ഷൻ ഉണ്ടായിട്ടുണ്ടാവുക, മേ ബി മോർ ദാൻ 700 ഇയേഴ്സ്. പിന്നെ കുറേ ലോങ് ടൈമിന് ആ വോൾക്കാനോ കുറച്ച് ക്വയറ്റ് ആയിരുന്നു. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് എർത്ത് ക്വേക്സ് ഉണ്ടാകാറുണ്ടായിരുന്നു. അതൊക്കെ അവർ അത്രയും സീരിയസ് ആയിട്ട് എടുത്തില്ലായിരുന്നു. ഒക്കെ അവർ നോർമലായിട്ടായിരുന്നു കണ്ടിരുന്നത്, അല്ലെങ്കിൽ ഗോഡ്സ് കൊടുക്കുന്നതാണ്, ഗോഡ്സിൻ്റെ ഇതാണെന്ന് ഓർത്തിട്ട് അവരിരുന്നു. ഇവിടെയൊക്കെ കുറേ എക്സ്കവേഷൻ സ്റ്റിൽ നടന്നുകൊണ്ടിരിക്കുവാണ്. ഇത് നമ്മൾ വേറെ ഒരു വീടിൻ്റെ എൻട്രൻസ് കാണാം. എൻട്രൻസിൽ തന്നെ നല്ല മൊസൈക്ക് വർക്ക് ഉണ്ട്. മിഡിലിൽ നമുക്ക് കാണുന്നത് ഒരു വാട്ടർ കളക്ട് ചെയ്യുന്ന ഒരു വലിയ ഏരിയ. എല്ലാ വലിയ വീട്ടിലും നമ്മൾ കാണാറുണ്ട്, അങ്ങനത്തെ ഒരു ഏരിയ ആയിരുന്നായിരിക്കും. പിന്നെ സൈഡിലുള്ള റൂംസും ഒക്കെ ഫുൾ മൊസൈക്ക് ഫ്ലോർസും നല്ല വർക്കുള്ള ഫ്ലോർസൊക്കെ ആയിരുന്നു. അന്നത്തെ കാലത്ത് തന്നെ ഇട്ട അടിപൊളി മൊസൈക്ക് വർക്കാണത്. ഫ്ലോറിങ്, ഇവിടെ സ്റ്റിൽ ഇവർ എക്സ്കവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥലമാണ് ഇത്. 2024 അവർ എക്സ്കവേറ്റ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്ത ഒരു സ്ഥലമാണ്. ടെമ്പിൾ ഓഫ് വീനസ് ആണ് എന്നാണ് എഴുതിയേക്കുന്നത്. നമ്മൾ വാളിലൊക്കെ കണ്ടില്ലേ, വാൾ ഇങ്ങനെയാണ് ഇതിൻ്റെ. അങ്ങനെ മോസ്റ്റ്ലി കുറേയൊക്കെ കണ്ടിട്ട് നമ്മൾ ഇറങ്ങുവാണ്. ഇറങ്ങാൻ നേരത്ത് സൈഡിൽ നമുക്കൊരു മ്യൂസിയവും കണ്ട്. അപ്പം മ്യൂസിയമിലും നമ്മൾ കയറി. മ്യൂസിയമിൽ കുറേ അവർ അന്നത്തെ ടൈമിന് കളക്ട് ചെയ്ത് കുറേ ഐറ്റംസൊക്കെ ഡിസ്പ്ലേയിലുണ്ടായിരുന്നു.
വാൾ ഡെക്കറേഷൻ പീസ് നമുക്കിവിടെ കാണാം. ഇതിനകത്ത് നല്ല ഒരു പെയിൻറ്റിങ്ങും ഉണ്ട്. അതിൻ്റെ താഴേക്ക് നോക്കിയാൽ നമുക്ക് കാണാം പിള്ളേരൊക്കെ കുത്തി വരച്ച് ഡ്രോ ചെയ്ത് വെച്ചേക്കുന്ന കുറച്ച് ഫിഗേഴ്സും നമുക്ക് കാണാം. ഹണ്ടിങ് ചെയ്യുന്നതും ആനിമൽസിൻ്റെയും കുറച്ച് പിക്ചേഴ്സൊക്കെ നമുക്ക് കാണാം. ഈ ചെറിയ കപ്സിൽ നമുക്ക് പിഗ്മെൻറ്റ്സ് കാണാൻ പറ്റും. വാളൊക്കെ കളർ ചെയ്യാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. കളർ ചെയ്യാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇത് വോൾക്കാനിക് ഇറപ്ഷനിൽ മരിച്ച ആൾക്കാരുടെ കാസ്റ്റ് ആണ്. ഒരു ചെറിയ ബേബിനെയും ഇവിടെ കാണാം. ഇതൊരു പോട്ടാണ് ഫുഡൊക്കെ ബോയിൽ ചെയ്യാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിനകത്ത് നമുക്ക് ഇറപ്ഷൻ്റെ ബാക്കി സ്റ്റോൺസ്, ചെറിയ സ്റ്റോൺസ് ഒക്കെ ഇരിക്കുന്നത് കാണാം. ഒരു ഡോഗിൻ്റെയും പ്ലാസ്റ്റർ കാസ്റ്റ് ഇവിടെ കാണാം നമുക്ക്. ഇതാണ് ആ മ്യൂസിയമിൻ്റെ ഫ്രണ്ട് സൈഡ്. ആൻറ്റിക്വേറിയം എന്നാണ് ഇതിൻ്റെ പേര്. കുറേ നടന്ന് മടുത്തുകൊണ്ട് ഞങ്ങൾ ഓർത്ത് ഈ മ്യൂസിയം നമുക്ക് സ്കിപ്പ് ചെയ്തേക്കാമെന്ന്. പക്ഷേ എന്തായാലും നമ്മൾ കയറി നോക്കി. ചുമ്മാ കയറി നോക്കിയപ്പോഴായിരുന്നു അറിഞ്ഞത് നല്ലൊരു മ്യൂസിയം ആയിരുന്നു. നമ്മൾ കയറിയിട്ടില്ലായിരുന്നെങ്കിൽ നമുക്ക് മിസ് ഔട്ട് ആയേനെ. മോസ്റ്റ്ലി മ്യൂസിയംസ് ഇഷ്ടപ്പെടാത്തവരാണ് ഞങ്ങൾ രണ്ടുപേരും. പക്ഷേ ഈ മ്യൂസിയം നല്ലതായിരുന്നു. നമുക്ക് ആ ടൈമിലെ ഒരു സിറ്റുവേഷനൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റി. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്. ഇത് അപ്ലോഡ് ചെയ്യാൻ ഇച്ചിരി ലേറ്റായി. കാരണം ഇതിനകത്ത് കുറേ എഡിറ്റിംഗ് വർക്ക്സും കുറച്ച് റിസർച്ചും ചെയ്യേണ്ടി വന്നായിരുന്നു കറക്റ്റ് ഇൻഫർമേഷൻ തരാൻ. പിന്നെ കുറച്ച് ദിവസമായിട്ടൊന്നും ചെയ്യാൻ തോന്നുന്നില്ലായിരുന്നു. അപ്പോൾ ഒരു ബ്രേക്ക് എടുത്തതാണ്. സോ ഇനി കാണാം നെക്സ്റ്റ് വ്ളോഗിൽ. ഈ ജേർണി സ്റ്റിൽ കണ്ടിന്യൂസ്. ടിൽ ദെൻ ബൈ ബൈ.